പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുക്കീസിന്റെ റെസിപ്പിയാണ്. ഒരു ക്രിസ്മസ് തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, വളരെ എളുപ്പമാണ്. ഇതിനു വേണ്ടി ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 200 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക. ഈ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ ഇലക്ട്രിക് ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല. സാധാരണ ഹാൻഡ് മിക്സർ ഉണ്ടായാലും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 500 ml കപ്പിൽ കംപ്ലീറ്റ് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നതിൻ്റെ പകുതി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിനി ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും. ഹാൻഡ് മിക്സർ മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ കുക്കീസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി എഗ്ഗും നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 500 ml കപ്പിലാണ് കംപ്ലീറ്റ് പൊടിച്ചു വെച്ചിട്ടുള്ളത്. അതിൻ്റെ പകുതി ഈ കുക്കീസിലേക്ക് ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി കുറച്ച് പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊടുക്കാം. അത് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. അതും നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് 4 കപ്പ് മൈദയാണ് ചേർക്കേണ്ടത്. 250 ml കപ്പിലാണ് മൈദ അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ ചേർക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് 3ാമത്തെ കപ്പ് മൈദയും കൂടെ ചേർത്തു. അപ്പോഴേക്കും നമ്മുടെ മാവ് കുറച്ച് ഹാർഡായി വരും. ആ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് ഈ ഹാൻഡ് വിസ്കൊക്കെ മാറ്റി വെക്കുക. ഇതിലേക്ക് 4ാമത്തെ കപ്പ് മൈദ കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രൂപത്തിൽ തന്നെ കുഴച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചേർത്ത ബട്ടറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ തെളിഞ്ഞു വരും. ഇനി ഇതിൻ്റെ പകുതിയോളം ഭാഗം എടുത്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. കംപ്ലീറ്റ് എടുത്താൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ പകുതി എടുത്തിട്ട് പരത്തിയെടുക്കുക. അതിനുവേണ്ടി ഞാനിപ്പോൾ ബട്ടർ പേപ്പർ എടുത്തിട്ട് 2 ലെയറാക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. ഇങ്ങനെ ആവുമ്പോൾ അധികം എവിടെ ഒട്ടി പിടിക്കാത്ത നമുക്ക് കിട്ടും. ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള കുക്കി കട്ടർ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്ത് വേണേലും ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ പുട്ടുകുറ്റിയുടെ അടപ്പുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വീട്ടിലുള്ള എന്ത് സാധനം വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വല്ല ബോട്ടിലിൻ്റെ ക്യാപ്പ് ഏത് വെച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം.
ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗമൊക്കെ മാറ്റി വെക്കുക. അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വീണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന പരിപാടിയാണുള്ളത്. ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ആദ്യത്തെ ഡോയിലുള്ള കംപ്ലീറ്റ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് ഒരു ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് കുക്കീസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളതും കൂടെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുക്കീസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതിയാവും. എടുക്കുമ്പോൾ ഒരു ഇത്തിരി സോഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും മുകൾ ഭാഗം. പക്ഷെ ഇതെടുത്ത് ഒന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും നന്നായിട്ട് മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടും നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇത് ഐസിങ് ചെയ്തെടുക്കാം. ഈ കുക്കീസ് ഐസിങ് ചെയ്യാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനൊരു ക്രിസ്മസ് തീം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഗ്ഗ് എടുത്ത് അതിൻ്റെ മഞ്ഞ മാറ്റി വെച്ചു. ഒരു ബൗളിലേക്ക് വെള്ളം എടുക്കുക. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് വൈറ്റ് കളർ വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്തത്. കാരണം കുക്കീസ് അത്യാവശ്യം മധുരമുണ്ട്. ഇനി ഇതും കൂടെ ആയിട്ട് ഓവർ മധുരം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ചേർത്തത്. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ബൗൾ നമ്മൾ കമഴ്ത്തി കഴിയുമ്പോൾ അതിൽ നിന്ന് താഴെ വീഴാൻ പാടില്ല. ആ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ ബീറ്റിങ് നിർത്തുക. ഇതിൻ്റെ പകുതി ഭാഗം ഞാനിനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ളത് കുറച്ച് ചോക്ലേറ്റ് ഫ്ലേവർ ആവാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ടീസ്പൂൺ വീതം ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനും ഹാൻഡ് ബീറ്റർ മാത്രം മതിയാവും. കുറച്ച് സമയമെടുത്ത് ചെയ്താൽ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇലക്ട്രിക് ബീറ്റർ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ആവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഐസിങ് ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ കുക്കീസിൽ ഐസിങ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടെ ഉണ്ട്. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർക്കുക. പൊടിച്ച പഞ്ചസാര എടുക്കുമ്പോൾ നന്നായിട്ട് പൊടിയണം. അതിലേക്ക് ഒരു ഇത്തിരി അതൊന്ന് മിക്സ് ആവാൻ പാകത്തിന് പാലും കൂടെ ചേർക്കുക. ഈ പാലിന് പകരം നമുക്ക് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ബീറ്റാക്കി എടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് ബീറ്റർ വേണമെന്നില്ല, ഹാൻഡ് മിക്സർ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി വരും. നമ്മുടെ കുക്കീസിൻ്റെ മുകളിൽ ഇതുപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് ഡ്രൈ ആയി വരും. ഈ എഗ് വൈറ്റ് ആയിട്ട് ചെയ്താൽ കുറച്ച് സമയം എടുത്തിട്ട് അത് ഡ്രൈ ആയി കിട്ടുള്ളൂ. ഈ ഷുഗർ ഐസിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇത്തിരി റെഡ് കളർ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. എന്നാലും ടേസ്റ്റ് ഈ എഗ് വൈറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ എഗ് വൈറ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐസിംഗ് ആണ് ഞാൻ കാണിച്ച ഈ ഷുഗർ ഐസിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓരോ കുക്കീസും ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ കുക്കീസിൽ കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നത് ഞാൻ കഴിഞ്ഞിട്ടും എടുക്കാനൊരിത്തിരി വൈകിപ്പോയി. അതുകൊണ്ടാണ് കുറച്ച് കുക്കീസ് അങ്ങനെ ഡാർക്കായി പോയി.
അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ 20 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഓവനിൽ ചിലർക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. കുറച്ചൊരു സോഫ്റ്റ് ആണെങ്കിലും പുറത്ത് വെച്ചിട്ട് ചൂടാറി കഴിഞ്ഞാൽ എന്തായാലും അത് കുറച്ചുകൂടെ ഹാർഡായി വരും. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ എന്തായാലും നല്ല ഇഷ്ടത്തോടെ വാങ്ങി കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. ബൈ.